അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റജബ് മാസത്തിൽ നിരവധി മഹത്തുക്കളെ നാം അനുസ്മരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില മഹത്തുക്കളുടെ നാമം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് മക്കളെ വിവാഹം കഴിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ദിന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ ശേഷം ആ പിതൃവ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞതും ഈ റജബ് മാസത്തിലാണെന്ന് നമുക്ക് കാണാം. അതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സഹോദരൻ ഖാലുൽ മുഅ്മിനീൻ എന്ന വിശ്വാസികൾ വളരെ സന്തോഷത്തോടുകൂടി അഭിസംബോധന ചെയ്യുന്ന മഹാനായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹും മഹാനവറുകളും ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ഈ വിശുദ്ധമായ മാസത്തിലാണ്. അത് കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബി പറഞ്ഞിട്ടുള്ള ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന ഖുറൈശി പണ്ഡിതൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അവിടുന്ന് ജനിച്ചതും വഫാത്തായതുമെല്ലാം ഈ മാസത്തിൽ തന്നെയാണ്. ഈ മാസത്തിൻ്റെ അവസാനത്തിൽ 29-നാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ മുഹീദ്ദീൻ നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗവും ഇതേ മാസത്തിൽ തന്നെയാണ്. സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ എന്ന അപരനാമത്തെ അറിയപ്പെടുന്ന ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി അസ്സഞ്ചരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ഇതേ മാസത്തിലാണ്. മാത്രമല്ല ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു ആഖിറുൽ മുഹഖ്ഖിഖീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശ്വവിഖ്യാതനായ പണ്ഡിത പ്രതിഭാശാലി, തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കമുള്ള നിരവധി ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിൻ്റെ കർത്താവായിട്ടുള്ള മഹാന്റെയും വിയോഗം ഈ മാസത്തിലാണ്. അതുപോലെ തന്നെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ വലിയ പണ്ഡിതനാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു മഹാനവറുകളും ഈ മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇതേ മാസത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. പിന്നീട് നമുക്കറിയാം, കോഴിക്കോട് ഇടിയങ്ങരയിൽ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, നേരത്തെ കടലിൻ്റെ അടുത്താവുകയും സ്വപ്നത്തിലൂടെ 2-3 മഹല്ലത്തിലെ നേതാക്കൾക്ക് സ്വപ്നം കാണിക്കുകയും അങ്ങനെ അവിടുന്ന് മാറ്റാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുള്ള വലിയ കറാമത്തിൻ്റെ ഉടമയായ, ബ്രിട്ടീഷുകാർ പോലും അവരുടെ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിശ്വപ്രസിദ്ധമായ ചരിത്ര യാഥാർത്ഥ്യമാണ് മഹാനവറുകളെക്കുറിച്ച്. മഹാനായ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹിംസി എന്ന പേരിൽ അറിയപ്പെടുന്ന അബുൽ വഫ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ റളിയല്ലാഹു അൻഹു അപ്പവാണിഭ നേർച്ച എന്ന പ്രസിദ്ധമായ നേർച്ച നടക്കുന്ന മഹാനവറുകൾ ഈ മാസം 15-നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരവധി മഹത്തുക്കൾ വിട പറഞ്ഞിട്ടുള്ള മാസമാണ് വിശുദ്ധമായ ഈ മാസം. അള്ളാഹു ആ മഹത്തുക്കളുടെയൊക്കെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ മദദ് കൊണ്ട് നമ്മുടെ ദുനിയാവിനെയും ആഖിറത്തിനെയും അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉറപ്പെടുത്തുന്നു. അവരുടെ വിശുദ്ധമായ സവിധത്തിലേക്ക് നമുക്ക് ഫാത്തിഹ ഓതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.